ഇറാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ട്രംപിനെ കൊല്ലും. ഇടയ്ക്ക് അങ്ങനെ വേണ്ട, ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഉദ്ദേശമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇറാനിലെ പത്രങ്ങൾ, ഔദ്യോഗിക ദിനപത്രം ഖമനേയിയുടെ പത്രം പറഞ്ഞ അങ്ങനെയല്ല, ആ നില പ്രസിഡന്റ് പെഷസ്ക്യാൻ പറഞ്ഞത് ശരിയല്ല, ട്രംപിനെ കൊല്ലുക തന്നെ വേണം. അപ്പോൾ അത് ട്രംപിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ട്രംപ് എന്തായിരിക്കും ചെയ്യുക? അപ്പോൾ ഇറാനിൽ ഈ പെഷസ്ക്യാൻ ഈ ഭാഷ പറഞ്ഞപ്പോൾ, അതായത് ഞങ്ങൾക്ക് ട്രംപിനെ കൊല്ലാനൊന്നും ഉദ്ദേശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ മെയിൻ പത്രങ്ങളൊക്കെ എഡിറ്റോറിയൽ ഇറക്കിയായിരുന്നു. ഈ പറഞ്ഞ ആയത്തുള്ളയുടെ പത്രവും മറ്റുള്ള പത്രങ്ങളും ഒക്കെ. അപ്പോൾ അതിൽ ഒരു പത്രം പറഞ്ഞിരുന്നത് ഇറാൻ ഈസ് നോട്ട് യുവർ പ്രോപ്പർട്ടി. പെഷസ്ക്യാൻ്റെ വകയുടെ സിനിമ മോഡലിൽ പറഞ്ഞ പെഷസ്ക്യാൻ്റെ തന്തയുടെ വകയല്ല. അതെ എന്ന് പറഞ്ഞിട്ടൊരു ഭീഷണി പോലെയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ മാത്രമല്ല, ഈ ഇലക്ഷന് ശേഷം പ്ലോട്ടേഴ്സ്, ഇദ്ദേഹത്തെ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച ആൾക്കാരുടെ പറ്റി സംശയമുള്ളവരെ പിടികൂടിയതിൽ ഒരാൾ പറഞ്ഞത് ഇറാനാണ് ഇതിനു വേണ്ടിയിട്ട് എന്നെ ഹയർ ചെയ്തതെന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ട്രംപ് അറിയാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇവരിങ്ങനെ കാണിക്കുന്ന കാര്യങ്ങൾ ട്രംപിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ട്രംപാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെഷേഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ സാങ്ഷൻസും എൻഫോഴ്സ്മെൻറ്റും ഉപരോധങ്ങൾ കൂട്ടുക, ഒരു തുള്ളി എണ്ണ പോലും ഇനി ഇറാൻ വിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് ടൈമിൽ ഏകദേശം ഒരുവിധമൊക്കെ അങ്ങനെ സാധിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ബൈഡൻ വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ അല്പം അഴകുഴമ്പനായി. പക്ഷേ ട്രംപ് വീണ്ടും അതേപോലെ തന്നെ ഒന്നും കൂടി സ്ക്രൂ ടൈറ്റൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 0 ലെവലിലേക്ക് കൊണ്ടുവരിക. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ സാർ, നമ്മളിവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് ദോഷകരമായിട്ട് വരും. കാരണം ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത്, അമേരിക്കയുടെ സാങ്ഷൻ ഉപരോധം ഉണ്ടായിരുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങി, നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടി. നമ്മളത് ഇവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്തിട്ടും പിന്നെ കപ്പലിൽ വെച്ച് തന്നെ ക്രൂഡ് മറിച്ച് വിറ്റു. സൗദി അറേബ്യയേക്കാൾ ഏറ്റവും കൂടുതൽ എണ്ണ ആ പീരീഡിൽ വിറ്റത് നമ്മളാണ്. നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, ഇറാനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഇറാൻ്റെ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത്, റഷ്യയുടെയും ഇറാൻ്റെ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മുടെ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇറാനിൽ നിന്ന് ഒരാളും വാങ്ങരുത്, റഷ്യയിൽ നിന്ന് വാങ്ങരുത് എന്ന് പറഞ്ഞതുപോലെ അതിശക്തമായ ഒരു സമ്മർദ്ദം വന്നാൽ നമുക്കും ദോഷമല്ലേ? അതെ, നമുക്കും ദോഷമാണ്. നമുക്കത് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം ട്രംപ് നിർബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിഫൈ ചെയ്തിട്ട് നമ്മൾ പോയി വാങ്ങിക്കുമെന്ന് തോന്നണല്ലോ. നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പോലും അമേരിക്ക ബൈഡൻ ഒന്ന് കണ്ണടച്ചാൽ വേണമെങ്കിൽ വാങ്ങിച്ചോട്ടെ. കാരണം അതിനകത്ത് നമ്മൾ രഹസ്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ റഷ്യൻ എണ്ണ കിട്ടിയല്ലേ യൂറോപ്പിലെ പല രാജ്യങ്ങളും തണുത്ത് മരച്ചു പോകും, ചത്തുപോകും. അതുകൊണ്ട് ഞങ്ങളിത് മേടിച്ച് നിങ്ങളുടെ സഖ്യകക്ഷികൾക്ക് തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. അപ്പം പോളണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മുടെ എണ്ണയാണ് വാങ്ങിയത്. റഷ്യയിൽ നിന്ന് വാങ്ങിയ എണ്ണ വാങ്ങിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ തണുത്ത് ചാവാതിരുന്നത്. അതുകൂടി അറിയാവുന്നതുകൊണ്ടാണ് അമേരിക്ക, അല്ലെങ്കിൽ ബൈഡൻ ഭരണകൂടം ഈ ഉപരോധം മറികടന്ന് നമ്മൾ ചെയ്തിട്ട് നമുക്കെതിരെ ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷേ അടുപ്പിച്ചാൽ എന്ത് ചെയ്യും? പക്ഷേ ആ വകതിരിവ് ട്രംപിൽ നിന്നും നമ്മളധികം പ്രതീക്ഷിക്കണമെന്നില്ല. ട്രംപ് വകതിരിവിൻ്റെ ഈസ് നോട്ട് നോൺ ഫോർ ദാറ്റ്. അദ്ദേഹം ഒരു വെട്ട് രണ്ട് മുറി എന്നുള്ള രീതിയിലാണല്ലോ. അറിയുന്ന പോലീസുകാരൻ രണ്ടടി കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കണം. അതാണ് ഒരു കാര്യം. അപ്പോൾ ഈ സാങ്ഷൻസ് എൻഫോഴ്സ്മെൻറ്റും മാക്സിമം ഉപയോഗപ്പെടുത്തുക, ഓയിൽ സെയിൽ 0യിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഉദ്ദേശം. മാത്രമല്ല, ട്രംപിന് വ്യക്തിപരമായ വൈരാഗ്യമുണ്ട് ഇറാനോട്. കഴിഞ്ഞ ടൈമിൽ വന്നപ്പോഴാണ് ഈ ഇറാനിൻ്റെ മേൽ ഇത്രമേൽ സാങ്ഷൻസ്, ഉപരോധം ഏർപ്പെടുത്തിയത് ട്രംപാണ്. ബൈഡൻ വന്നപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഇളവ് കൊടുത്തെങ്കിലും അയഞ്ഞു. പിന്നെ മാത്രമല്ല, തൻ്റെ നേരെ നടന്ന 2 അസാസിനേഷന് പിന്നിലും ഇറാൻ്റെ പങ്ക് സംശയിക്കപ്പെടുന്നുണ്ടെന്ന് ട്രംപിനറിയാം. അതുകൂടാതെ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിടയ്ക്ക് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ മുഴുവൻ ഇറാനിൽ നിന്ന് ഹാക്ക് ചെയ്യാനുള്ള ശ്രമം നടന്നു. അങ്ങനെ വലിയ വൈരാഗ്യം ട്രംപിന് ഇറാനോടുണ്ട്. അതെ, അപ്പോൾ ഇങ്ങനത്തെ വൈരാഗ്യമുണ്ട്. പിന്നെ ആൾക്കാരെ ഹയർ ചെയ്ത കാര്യം അറിയാം. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വളരെ സ്റ്റേൺ സ്റ്റെപ്സ് എടുക്കുന്നു. ഓയിലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്. പിന്നെ ന്യൂക്ലിയർ വെപ്പണിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് പറ്റില്ല, ആ കേസ് പറയേണ്ട, ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്ന ലെവലിലേക്ക് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല, അത് തകർത്തളയും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്. ഒരു കണി കൂടിയുണ്ട്, ബ്രിക്സ്. അതിനകത്ത് ഇറാനുണ്ട്. ബ്രിക്സ് എന്ന് കേൾക്കുമ്പോൾ ട്രംപിന് ഇറിറ്റേഷനാണ്. അത് മാത്രമല്ല, ബ്രിക്സിന്റെ വേറെ കറൻസി ഇറക്കണം, ഡോളറിനെ നമ്മളെന്തായാലും അതിനില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഡോളറൈസേഷൻ നമ്മുടെ ലക്ഷ്യമല്ല. ഡോളറിനെ ഒഴിവാക്കി പകരം കറൻസി എന്ന ആശയത്തിൻ്റെ കൂടെ ഇന്ത്യ ഇല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡോളറിന് തൊടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എന്തായാലും സമ്മതിക്കില്ല. അത് 100% ഉറപ്പുള്ള കേസാണ്. അപ്പോൾ ഇപ്പോൾ ട്രംപിൻ്റെ പോളിസിക്ക് അവരിപ്പെട്ടിരിക്കുന്ന പേര് മാക്സിമം പ്രഷർ ക്യാമ്പയിൻ എന്നാണ്.
അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ മാക്സിമം പ്രഷർ ക്യാമ്പയിൻ വരുമ്പോൾ ഇറാന് നിൽക്കക്കളിയില്ലാത്തൊരു സാഹചര്യം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വധശിക്ഷയൊക്കെ വധശ്രമത്തിന് ശ്രമിച്ചിട്ടുള്ളവർ ചിലപ്പോൾ ഇനിയും ശ്രമിച്ചേക്കാം എന്നറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ വധിക്കുകയാണെങ്കിൽ ഇറാന് ഒബ്ലിറ്ററേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു, തുടച്ചു നീക്കണം, നശിപ്പിച്ച് കൈ കൊടുത്തേക്കണം എന്നുള്ള രീതിയിലാണ്. അല്ല, അത് രസകരമായ ആ വാർത്ത ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ കണ്ടത്, ഇതിപ്പോൾ ഇറാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ എങ്ങാനും ഇവരൊക്കെ തട്ടിക്കളഞ്ഞാൽ ഞാൻ അതിനും ഉത്തരവിട്ടിട്ടുണ്ട്, ഇറാനെ ഫിനിഷ് ചെയ്യാനുള്ള ഓർഡർ ഞാൻ ഇപ്പോഴേ ഒപ്പിട്ടെന്നാണ് പറയുന്നത്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു കാര്യമാണ്. കാരണം ഒരു പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിന് തൻ്റെ കാലശേഷം എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴേ ഉത്തരവിട്ട് വെക്കാൻ പറ്റില്ല. അത് പിന്നാലെ വരുന്ന ആളാണ് തീരുമാനിക്കുന്നത്. ഇപ്പം JD വാൻസ് തീരുമാനിക്കണം. അതെ, വൈസ് പ്രസിഡന്റാണ് വരുന്നത്. ഇപ്പം നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി, ഓട്ടോമാറ്റിക്കലി വൈസ് പ്രസിഡന്റ് ആവും. അപ്പോൾ പിന്നെ അദ്ദേഹമാണ് ചെയ്യേണ്ടത്. അതെ, ഒരു ഒസ്യത്ത് പോലെ എഴുതി വെക്കാം എന്നേ ഉള്ളൂ. ഇങ്ങനെ എഴുതി വെക്കൽ മാത്രമേ ഉള്ളൂ. കാരണം JD വാൻസ് ഹസ് ടു ടേക്ക് ദി ഡിസിഷൻ ഇങ്ങനത്തെ ഒരു ഇവൻച്വാലിറ്റി വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇതൊരു തമാശയായിട്ട് എടുത്താൽ പോരെ. കാരണം ട്രംപ് നേരത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റാണ്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ആർക്കുണ്ടെങ്കിലും അങ്ങനെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റുമാർ കൊല്ലപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ തൊടുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അസാധ്യമായ കാര്യമാണ്. ഒരാൾ വിചാരിച്ചാലൊന്നും നടക്കാൻ പോകുന്നില്ല. അതെ, അല്ല എന്നാലും ക്യാമ്പയിൻ്റെ ഇടയ്ക്ക് ഓൾമോസ്റ്റ് അപ്പം അദ്ദേഹം വൈസ് പ്രസിഡന്റ് അല്ല, മുൻ പ്രസിഡന്റിന് ഉണ്ടാവുന്ന ഒരു സെക്യൂരിറ്റി ഡീറ്റെയിൽസും കവറും അല്ലല്ലോ ഇപ്പം പ്രസിഡന്റിന് കിട്ടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നെഗോഷിയേഷൻസ് വിത്ത് ഇറാൻ വേണമെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഞങ്ങൾ പറയുന്ന അതിനനുസരിച്ച് കാര്യങ്ങൾ പോകണം, എന്നാലേ അത് പറ്റുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്. വി ആർ റെഡി ടു വർക്ക് ഔട്ട് എ ഡീൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദി പോയിന്റ് ഈസ് വി ഹാവ് ടു ബി സ്ട്രോങ് ആൻഡ് ഫേം. അല്ല, വേണമെങ്കിൽ ഇറാന് ഇവിടെ വളരെ പോസിറ്റീവായ നിലപാടെടുക്കാം. വേണമെങ്കിൽ ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇപ്പോൾ പറയുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ പിടിച്ച് ഇറാന് വേണമെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരവസരമാണ്. കാരണം ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു കൈ ട്രംപ് നീട്ടിയിട്ടുണ്ട്. കണ്ടീഷൻസ് ഉണ്ട്, നിങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇഫ് യു വാണ്ട് വി ആർ റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് മസൂദ് പെഷസ്കിയാൻ പ്രസിഡന്റിന് അത് ഉപയോഗപ്പെടുത്താൻ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പൂപ്പൻ സമ്മതിക്കത്തില്ലല്ലോ. താടിയും ഉടുപ്പുമായിട്ട് നടക്കുന്ന ആളെ സമ്മതിക്കില്ല, ബാക്കിയുള്ളവരും ചിലപ്പോൾ സമ്മതിച്ചെന്ന് പറ്റില്ല. അതാണ് പ്രശ്നം. പെഷസ്കിയാനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അദ്ദേഹം ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ അങ്ങനെ ഇരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഡിസ്മാൻഡിൽ ദി ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചർ ദറ്റ് യു റീബിൽഡ്. ഇവരുടെ ഡീലൊക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും കുറേ പണികളൊക്കെ ചെയ്തു തുടങ്ങി. മാത്രമല്ല ഈ എൻറിച്ചിങ് യുറേനിയം അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ദാറ്റ് ഈസ് അഗൻസ്റ്റ് 2015 അഗ്രിമെൻ്റാണ് സൈൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ദേ ഹാവ് ഇനഫ് എൻറിച്ച്ഡ് യുറേനിയം ഒക്കെ എന്നാണ് ഇപ്പോൾ പറയുന്നത്. 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഓർഡർ ഷോർട്ട് ഓഫ് ബോംബ് ഗ്രേഡ് എന്നാണ് പറയുന്നത്. ആയി കഴിഞ്ഞാൽ 90ലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. 90 അപ്പം അവരുടെ പക്കലുള്ള യുറേനിയത്തിൻ്റെ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ 1-2 അണുബോംബുകൾ ഉണ്ടാക്കാനുള്ള യുറേനിയം ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ സമ്പുഷ്ടീകരണം നടന്നാൽ മതി. സമ്പുഷ്ടീകരണം ചില പ്ലാന്റുകളിൽ നടക്കുന്നുണ്ട്, അതിനുള്ള പ്രക്രിയകൾ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. 4 അതിൽ കൂടുതലോ ബോംബ് ഉണ്ടാക്കാൻ ഏകദേശം അതിൻ്റെ അടുത്തെത്തി നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതാണ് ട്രംപ് പറയുന്നത്, ഐ വാണ്ട് ടു സീ പീസ്, എങ്ങനെയാലും സമാധാനം ഉറപ്പാക്കണം, ആൻഡ് വി ആർ വില്ലിങ് ടു ഡു ദാറ്റ്. മാത്രമല്ല ഈ ന്യൂക്ലിയർ വെപ്പണിൻ്റെ കാര്യത്തെ പറ്റിയുള്ള ആ കാര്യങ്ങൾ കളഞ്ഞേക്ക് എന്തായാലും ഞങ്ങൾ അനുവദിക്കില്ല ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകാനായിട്ട്, അത് ആക്രമണം ഉണ്ടാവും. പിന്നെ ഈ മര്യാദയായിട്ട് നിങ്ങൾ നടക്കുകയാണ്, സമാധാനം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാ മതക്കാരെയും ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഹാവ് അൺബിലീവബിൾ ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചർ ഏറ്റവും ബ്രൈറ്റ് ആയിരിക്കും. അത് അവർക്കൊരു കാലത്തുണ്ടായിരുന്നാണ്, ഷയുടെ കാലത്ത്. അതിന് മറ്റേ കാരണവരുടെ വെടി തീരണം. അപ്പോൾ ഈ കാരണവർ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ കുറേ വ്യത്യാസം ഉണ്ടാകുമായിരിക്കും. കാരണം ഈ തലമുറ മാറ്റം അയാളുടെ മകനാണ് അടുത്ത് വരാൻ പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ചൊക്കെ ലോകം കണ്ടിട്ടുള്ള ആളും കുറച്ചും കൂടി എന്തായാലും ഈ കാരണവരെക്കാളും ലോകപരിചയവും കോമൺ സെൻസൊക്കെ ഉള്ള ആളായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ള ആൾക്ക് ആയത്തുള്ളൊക്കെ ആണെങ്കിലും പഴയ കോൺഫിഡൻസ് ഒന്നുമില്ല. പണ്ടിങ്ങനെ എപ്പോഴും പറയുമായിരുന്നല്ലോ. അതെ, ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അത് തന്നെയല്ല, ഡയലോഗും ആ വെക്കാബുലറിയൊക്കെ മാറി. പഴയ എന്താണ് ദി ഗ്രേറ്റ് സൈറ്റ് അതൊക്കെ മാറിയല്ലോ.
പിന്നെ അദ്ദേഹം വേറെ ഒരു ഒഫൻസീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും നടത്തണല്ലോ. മിണ്ടാതെ എവിടെയെങ്കിലുമൊക്കെ പാത്തും പതുങ്ങി ട്രംപ് നടക്കും. വന്നതിന് ശേഷം, ട്രംപിന്റെ വിജയം ഉറപ്പായതിനു ശേഷം ഖമനയുടെ ഇറാന്റെ ശബ്ദം വല്ലാതെ മയപ്പെട്ടു എന്ന് മാത്രമല്ല, കേൾക്കാനില്ല. അതായത് ട്രംപായിട്ട് മുട്ടിയിട്ട് കാര്യമില്ല എന്ന് ആയത്തുള്ളയ്ക്കും അറിയാം. ആ ഒരു ലെവലിലേക്ക് കാര്യം മാത്രമല്ല, ഈ ഇറാനിൽ കയറി ഇസ്രയേൽ കൊടുത്ത അടി മാരകമായിപ്പോയി. പുറത്ത് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാലും കഥകടച്ച് പെരക്കാത്തിരുന്ന് കരയായിരുന്നു. ഇസ്രായേലുമായിട്ട് മുട്ടിയോടുകൂടി അവരുടെ സകല ഗ്ലാമറും പോയി. പിന്നെ നമ്മളെന്തെന്നാ കീലേരി അച്ചോ ഏതാണ്ട് അതുപോലത്തെ ഒരു ലെവലായി പോയി. ആർക്കും പേടിയില്ലാത്ത അവസ്ഥയായി. അത് തന്നെയല്ല അവരുടെ പ്രോക്സിസിനുള്ള കോൺഫിഡൻസ്. അതാണ് ഇറാഖിലെ മിലിഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഞങ്ങളിനി ഒന്നിനുമില്ല എന്ന് പറഞ്ഞാൽ അവർ ആയുധം വെച്ച് കീഴടങ്ങി അവരവരുടെ വഴിക്ക് പോയി. അത് തന്നെയല്ല ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു സിറിയ. അതെ, സിറിയൻ കൈവിട്ടു പോയി. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ നശിക്കുക, അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലുള്ള മതഭീകരത അവസാനിപ്പിച്ച് ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള സ്വപ്നങ്ങൾ മാറ്റിവെച്ച് മര്യാദയ്ക്ക് ജീവിച്ചാൽ ഒരു നല്ല ഭാവിയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.